പെനുഗുണ്ട എന്ന് പറയുന്ന പ്രദേശത്തായിട്ടാണ് ഈ കോടമഞ്ഞിൽ മൂടിയിട്ടുള്ള ഈ ഒരു സ്ഥലം കാണാൻ സാധിച്ചത്. പെൻഗുണ്ട ഫോർട്ടിലേക്ക് പോകുന്ന വഴിയിലൂടെ ഇങ്ങനെ സഞ്ചരിച്ച് ഈ മലമുകളിലേക്കായിട്ടാണ് നമ്മൾ കയറുന്നത്. മലയുടെ പല ഭാഗത്തൊക്കെ ആയിട്ട് കോട്ടയുടെ വിവിധതരം ഭാഗങ്ങളൊക്കെ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നാമവിശേഷിപ്പ് മാത്രമാണ് ഇവിടെ ഈ കോട്ടൻ്റെ ഭാഗങ്ങളൊക്കെ ഉള്ളത്. ഈ മലയ്ക്ക് മേലെ കോട്ട ഉണ്ടെങ്കിലും ഈ ടൗണിലും കോട്ടയുടെ ഭാഗങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും എല്ലാം തന്നെ നശിച്ചിട്ടുണ്ട്. ആരും തന്നെ ഇതിനെ പരിചരിക്കാത്തത് കൊണ്ടായിരിക്കാം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. നല്ല കോടമഞ്ഞിൽ മൂടിയ പ്രകൃതി കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഏകദേശം ഒരു 9 മണിയോട് കൂടിയിട്ടാണ് ഈ ഒരു ഏരിയയിലേക്ക് എത്തിയിട്ടുള്ളത്. മനോഹരമായിട്ടുള്ള കുന്നിൻ ചെരുവുകളും താളത്തിലും ഓളത്തിലും കിടക്കുന്ന മലനിരകളുമൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ മേലേക്ക് കയറും തോറും അടിയിലെ ആ ഒരു വിഷ്വൽസാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കോടയിൽ മൂടിയിട്ടുള്ള താളത്തിലും ഓളത്തിലും കിടക്കുന്ന മലനിരകളെ ഇവിടെ നിന്ന് നോക്കിക്കാണാൻ വളരെയധികം രസകരമാണ് എന്നുള്ളതാണ്. അങ്ങനെ കുറച്ച് മുന്നിലേക്ക് കയറിയപ്പോഴാണ് റൈഡേഴ്സിൻ്റെ ഇഷ്ട ഏരിയ ആയിട്ടുള്ള ഈ ഒരു കോട്ടയുടെ ഭാഗമായിട്ടുള്ള റോട്ടിലേക്ക് നമ്മൾ കടന്നത്. ആ ഒരു റോട്ടിൽ നിന്നുമാണ് ഈ കാണുന്ന വിഷ്വൽസൊക്കെ നമുക്ക് കിട്ടുന്നത്. ബാംഗ്ലൂരിൽ നിന്നും ഏകദേശം 140 കിലോമീറ്റർ ഡിഫറൻറ്റിലാണ് ഈ ഒരു സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കിയയുടെ മാനുഫാക്ചറിങ് യൂണിറ്റൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇന്ത്യയിലെ ഏക യൂണിറ്റാണ് ഇവിടെയുള്ള ഈ ഒരു കിയയുടെ മാനുഫാക്ചറിങ് യൂണിറ്റ്. കിയയുടെ ഷോറൂമൊക്കെ പലരും കണ്ടിട്ടുണ്ടെങ്കിലും മാനുഫാക്ചറിങ് ചെയ്യുന്ന സ്ഥലം പലരും കണ്ടിട്ടുണ്ടാവില്ല. കണ്ടവരുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുവാനും മറക്കരുത്. പെൻഗുണ്ട എന്ന് പറയുന്ന ഈ ഒരു പ്രദേശത്തുള്ള ഈ ഒരു ചുരമാണ് റൈഡേഴ്സിൻ്റെ ഇഷ്ട ഏരിയ. കർണാടകയോട് അതിർത്തി പങ്കിടുന്ന സ്ഥലങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ കർണാടകയുമായി ടച്ചിങ് ഉള്ള പല കാഴ്ചകളും നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഏരിയയിൽ നിന്നും കിട്ടുന്ന വിഷ്വലാണ്. ഏകദേശം 9 മണിയോട് കൂടിയിട്ടാണ് നമ്മളിവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. കോടമഞ്ഞിൽ മൂടിക്കിടക്കുന്ന ആ ഒരു മലനിരകളെ കാണാൻ വളരെയധികം മനോഹരമാണ്. ഇന്നേ ദിവസം റിപ്പബ്ലിക് ഡേ ആയതുകൊണ്ട് തന്നെ പല ആളുകളും ഇവിടെ വിസിറ്റിങ്ങിനായിട്ട് എത്തിയിട്ടുണ്ട്. ഇനി മേലേക്ക് പോയി കഴിഞ്ഞാൽ കോട്ടയുടെ വിവിധ തരം നാമവിശേഷങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു ചുരം റബ്ബറൈസിങ് കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചത് കൊണ്ട് തന്നെ ഒരുപാട് റൈഡർമാരാണ് ഈ ഒരു ഏരിയയിലേക്ക് എത്തുന്നത് എന്നെല്ലാം നമുക്ക് അറിയാൻ സാധിച്ചതാണ്. ഇപ്പോൾ കാണുന്ന ഈ ഒരു റോഡാണ് ഇതിനായിട്ട് ഉപയോഗിക്കുന്നത്. പല റൈഡർമാരും താഴത്ത് വന്ന് നിൽക്കുന്നതൊക്കെ നമ്മുടെ കാഴ്ചയിൽ കാണുന്നുണ്ട്. പല ആളുകളും വന്നുകൊണ്ടിരിക്കുന്നതും കാണുന്നുണ്ട്. റിപ്പബ്ലിക് ഡേ ആയതുകൊണ്ട് തന്നെ കൊടിതോരണങ്ങളൊക്കെ വെച്ചിട്ടാണ് ഇവരിവിടേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. രാവിലെ മാത്രമേ ഈ ഒരു ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ ഒരു അടിപൊളി ക്ലൈമറ്റ് നമുക്ക് കിട്ടുകയുള്ളൂ എന്ന് പലരും നമ്മളോട് പറയുകയുണ്ടായിട്ടുണ്ട്. ഉച്ച കഴിഞ്ഞൊക്കെ കയറുകയാണെന്നുണ്ടെങ്കിൽ നല്ല ചൂടായിരിക്കും ഈ ഏരിയയിൽ. അപ്പോൾ വരുന്ന ആളുകളൊക്കെ ആ ഒരു കാര്യം ശ്രദ്ധിക്കാൻ മറക്കരുത്. അങ്ങനെ നമ്മൾ മുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ മുകളിൽ നിന്നും കിട്ടുന്ന കുറച്ച് നാമവിശേഷിപ്പായിട്ടുള്ള കാര്യങ്ങളാണ് ഈ കാണുന്നത്. ഈ റോഡ് മാത്രമേ ഇവിടെ നമുക്ക് പുതുതായി കാണാൻ സാധിക്കുന്നുള്ളൂ. ബാക്കിയുള്ള സാഹചര്യങ്ങളൊക്കെ തന്നെ പഴമയിൽ തന്നെയാണ് നിലനിർത്തിയിട്ടുള്ളത്. വരുന്ന ഏരിയയിൽ റൈഡേഴ്സിന് വേണ്ടിയിട്ടുള്ള ചേഞ്ചിങ്ങിന് വേണ്ടിയിട്ടുള്ള റൂംസ് കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. തിരിച്ചിറങ്ങുമ്പോൾ കയറി പോകുമ്പോൾ കണ്ട ആ ഒരു കാറ്റാടി മരങ്ങളൊക്കെ തന്നെ നമുക്ക് ഇവിടെ നിന്ന് നോക്കി കാണാൻ സാധിക്കുന്നുണ്ട്. അതിൻ്റെ ബാക്കിലൊക്കെ ഉള്ള ആ കോടമഞ്ഞിൽ പൊതിഞ്ഞ ആ ഒരു കാഴ്ചയാണ് ഏറ്റവും കൂടുതൽ മനോഹരമാക്കുന്നത് എന്നുള്ളതാണ്. പെൻഗുണ്ട എന്ന് പറയുന്ന പ്രദേശത്ത് ദർഗ ഉള്ളത് കൊണ്ട് തന്നെ ആ ഒരു പേരിലാണ് അറിയപ്പെടുന്നത്. പെൻഗുണ്ട എന്ന് പറയുന്ന പ്രദേശത്തേക്ക് ബാംഗ്ലൂരിൽ നിന്നും വരുമ്പോൾ കിട്ടുന്ന കവാടമാണ്. റോഡിൻ്റെ എത്രത്തോളം വലുപ്പത്തിലാണ് അത് നിർമ്മിച്ചിട്ടുള്ളത് എന്നാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത്. ആന്ധ്രാപ്രദേശിലെ മെയിനായിട്ടുള്ളൊരു ഇഷ്യൂ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് നൈറ്റ് 10 മണിയോട് കൂടിയിട്ട് എല്ലാം തന്നെ ക്ലോസ് ആകുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. അത് എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ വിലയിരുത്തിയത്. NH ചിലപ്പോൾ കടകളൊക്കെ തുറന്നിട്ടുണ്ടെങ്കിൽ കൂടി ഈ ഉൾപ്രദേശങ്ങളിലൊക്കെ തന്നെ 10 മണിയോട് കൂടി അടയ്ക്കണം എന്നുള്ളൊരു നിയമമാണ്. അടക്കാത്ത കടകളൊക്കെ തന്നെ പോലീസുകാർ വന്ന് അടപ്പിക്കുന്ന കാഴ്ചയും കാണുന്നുണ്ട്. ഒരു 12 മണിയോടൊക്കെ കൂടിയിട്ട് അടക്കുന്ന സാഹചര്യം അല്ലെങ്കിൽ ഒരു 11 മണിയോട് കൂടിയിട്ടൊക്കെ അടക്കുന്ന സാഹചര്യം ഫുഡൊക്കെ വിൽക്കുന്ന കടകൾക്ക് കൊടുക്കുകയാണെങ്കിൽ നമ്മളെപ്പോലുള്ള സഞ്ചാരികൾക്കും പിന്നീട് കടകളൊക്കെ അടച്ചു വരുന്ന ആളുകൾക്കൊക്കെ ഫുഡ് കിട്ടുമല്ലോ. പല ദിവസങ്ങളിലും നമ്മൾ ഫുഡ് കിട്ടാതെ ഉറങ്ങിയിട്ട് വരെ ഉണ്ട്. വളരെയധികം ബുദ്ധിമുട്ടാണ് ഈ ഒരു സിസ്റ്റം നമുക്ക് ഉണ്ടാക്കുന്നത് എന്നാണ് ഇവിടെ നിന്നും നമ്മൾ വിലയിരുത്തിയിട്ടുള്ളത്. ആ കാണുന്ന കുന്നിൻ മലകളിൽ നിന്നാണ് ഇപ്പോൾ നമ്മൾ ഇറങ്ങി വന്നത്.